എന്റെ ആണെങ്കിൽ കുറെ 10-ന്റെ 20-ന്റെ നോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ SBI ബാങ്കിൽ ഞാൻ ചെന്നത്. ഇവിടെ ആണെങ്കിൽ നല്ല കിടിലൻ നല്ല സുന്ദരന്മാരായ നോട്ടൊക്കെ കിട്ടും. അപ്പൊ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഉണ്ടായ ഒരു കിടിലൻ കോമഡിയാണ് പറയാം. ഞാനാണെങ്കിൽ പൈസ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ബാങ്കിന്റെ ഉള്ളിൽ ഞാൻ ഒരു നോട്ടീസ് കണ്ടത്, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഞാനായിട്ട് ലേറ്റ് ആക്കേണ്ട, വേഗം ആയിക്കോട്ടെ, ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെക്കാം. വണ്ടിയും എപ്പോഴും കിടന്ന് നടക്കണതല്ല, എവിടെങ്കിലും കൊണ്ട് ഇടിച്ച് പണ്ടാരായി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് വെറുതെ പണി ഉണ്ടാക്കണ്ടല്ലോ. സോ ഒരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ അങ്ങോട്ട് പോകും, സുഖമായിട്ട് നമുക്ക് AC റൂമിലൊക്കെ കിടക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ നോട്ടീസ് എടുത്ത് പിടിച്ചത്. അങ്ങനെ വായിച്ചും പിടിച്ച് വന്നപ്പോ പ്രത്യേകിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല. ആകെ മനസ്സിലായ 2 കാര്യമാണ്. ആകെ ഒരു കൊല്ലത്തേക്ക് 1000 രൂപ കൊടുത്താൽ മതി. ആക്സിഡന്റ് സംതിങ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ വീട്ടുകാർക്ക് കിട്ടും ചെയ്യുന്നു അതിൽ എഴുതിയുണ്ട്. 25 ലക്ഷം രൂപ അല്ലേ കിട്ടണത്. അപ്പൊ ഒരു 1000 രൂപ കൊടുത്ത് ചേരാന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ അവിടുത്തെ അടിയത്തെ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് പറഞ്ഞുതരും. ആള് പറഞ്ഞു മേളിൽ പോയി ചോദിച്ചാലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ മേളിൽ കയറി ചെന്ന് അവിടെ ഒരാളെ തപ്പിപ്പിടിച്ച് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വേഗം ആയിക്കോട്ടെ എന്ന് അവർ ഉദ്ദേശിച്ചത് ചത്ത് പണ്ടാരാവാനാണ്. അതായത് രമണ, നമ്മളെങ്ങാനും വണ്ടി ഇടിച്ച് ചത്ത് പോയി കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ അവര് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കും. അതായിരുന്നു അതിൽ ആ കാലന്മാരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവര് രാവിലെ തന്നെ കാലനെ വിളിച്ച് എന്നെ പാർസലാക്കാനുള്ള ഏർപ്പാടാന്ന് തോന്നുന്നു അതിൽ എഴുതി വെച്ചാണ്. വേഗം ആയിക്കോട്ടെ പോലും. എന്തുന്നാട് പാവം, ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി. എന്റെ ഭാഗത്തൊന്നും തെറ്റുണ്ട്. ഫുള്ളും മനസ്സിലാക്കാണ്ട് ഓരോന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒന്നും ഉദ്ദേശങ്ങൾ ശരിയല്ല ഗൈസ്.